ദിലീപിന്റെ വിധി വന്നപ്പോൾ ദിലീപിന് 20 കൊല്ലം ജയിൽ ശിക്ഷ കിട്ടാത്തതിൽ ഏറ്റവും അധികം വിഷമിക്കുന്ന 3 നടന്മാരുണ്ട്. ഒന്ന് ആസിഫ് അലി, 2 കുഞ്ചാക്കോ ബോബൻ, 3 പൃഥ്വിരാജ്. എന്ത് കഷ്ടമാണെന്ന് നോക്കില്ലേ. നിങ്ങളുടെ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ. ഈ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന കോടതിയുടെ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴ്ക്കോടതിയുടെ വിധിയാണ്. അത് അന്തിമ വിധിയല്ലല്ലോ. ഇതിൻ്റെ മുകളിൽ എത്രയോ കോടതികൾ കിടക്കുന്നു. അവിടെയൊക്കെ ഇദ്ദേഹം ഒരു കുറ്റവാളി അല്ല എന്ന് തിരിച്ചു വരട്ടെ. പക്ഷേ ഏറ്റവും അധികം ദുഃഖിക്കുന്നത് ഈ 3 നടന്മാരാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിൻ്റെ പുഷ്കര കാലത്ത് ഇവർക്കൊന്നും ഒരു ചാൻസും ഇല്ല, ഇവർക്കൊന്നും ഒരു പേരും ഇല്ല, ഇവർക്കൊന്നും ഒരു ആരാധകരും ഇല്ല. എല്ലാം ദിലീപ് തട്ടിയെടുക്കണം. കേരളം മൊത്തം സ്ത്രീ പ്രേക്ഷകരായാലും സിനിമാ പ്രേക്ഷകരും ദിലീപിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ദിലീപിൻ്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിച്ച് നമ്മുടെ ആയുസ് കൂട്ടാം. അതുപോലെയുള്ള സിനിമകളാണ് ദിലീപ് അഭിനയിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു താരം, അതുപോലെ തന്നെ സിനിമാ ലോകം മൊത്തം ദിലീപിൻ്റെ ഈ കൈവെള്ളയിലാണ്. ദിലീപ് പറയണതാണ് സിനിമ. ദിലീപ് ഒരു നടനെ സിനിമയിൽ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ പല ചാൻസുകളും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആസിഫ് അലിക്ക് കയറി വരാൻ പറ്റിയിട്ടില്ല. അതുപോലെ കുഞ്ചാക്കോ ബോബൻ്റെ പല ചാൻസുകളും പോയിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബന് കയറി വരാൻ പറ്റിയിട്ടില്ല. പൃഥ്വിരാജിൻ്റെ പടങ്ങൾ കളിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ദിലീപിൻ്റെ ഫാൻസുകാർ വന്ന് കൂവി തിക്കുന്നിരക്കും ബഹളുണ്ടായിരുന്നു പറയുന്നുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും നിൽക്കുന്ന ഇടയിലാണ് ഒരു കച്ചിത്തുരുമ്പ് പോലെ ഈ ഒരു കേസ് കിട്ടിയത്. അപ്പോൾ ആ കേസിന് വേണ്ടിയിട്ട് പൃഥ്വിരാജ് എന്തുണ്ടായി, സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടായാലും മറ്റുള്ള ഇതായാലും വേണ്ടി എന്തുണ്ടെങ്കിലും അതിജീവിതരെ കൂടെ നിന്നു. ദിലീപിനെ കണ്ടമാനം വെറുത്തു. ഇപ്പോൾ ഈ ഫീൽഡിലുള്ള വെറുപ്പുണ്ട്, അതുപോലെ തന്നെ ഈ നടിയോട് ഇങ്ങനെ ചെയ്തതിനുള്ള വെറുപ്പ് വേറെയും. രണ്ടും കൂടി ഈ 3 പേരും കൂടി ഒരു ചങ്ങാത്തായി. ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ക്രിസ്മസിന് നമ്മുടെ ദിലീപിൻ്റെ ഒരു പടം റിലീസാവുക. ആ പടത്തിനെ മാക്സിമം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കച്ച കെട്ടിയിട്ടാണ് കുറേ സോഷ്യൽ മീഡിയയിലും മറ്റുള്ളിടത്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. അത് വളരെ മോശമാണ്. അതിലിപ്പോൾ ലാലേട്ടൻ ആ പടത്തിൽ അഭിനയിക്കുന്നതുകൊണ്ട് ലാലേട്ടന് പോലും ആൾക്കാർ ചീത്തയും തെറിയും പറയുന്നത്. അതെന്താണ്, നമ്മുടെ കോടതി പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ഒരാളെ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കണം. കോടതിനെ ചോദ്യം ചെയ്യല്ല ചെയ്യുന്നത്. നമുക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരിക്കാം. കോടതിയിലെ ഇപ്പോൾ വിധിന്യായം വന്നല്ലോ, 10,200 പേജുള്ള വിധിന്യായം വന്നല്ലോ. അതിൽ നിങ്ങൾ കയറി നോക്കുക, അതിൽ ദിലീപ് കുറ്റക്കാരനാണോ എന്താണെന്ന് നോക്കുക. പോലീസ് ശരിക്കും കേസ് അന്വേഷിച്ചില്ല എന്നാണ് അതിൽ കാണുന്നത്. എന്നിട്ട് ഈ ഒരു മനുഷ്യനോട് എന്തിനാണ് വ്യക്തിവൈരാഗ്യം? ഈ മനുഷ്യൻ അനുഭവിക്കാൻ ഒരു പുരുഷായുസിൽ അനുഭവിക്കാൻ കഴിയേണ്ടതിൽ ഏറ്റവും മാക്സിമം അനുഭവിച്ചു കഴിഞ്ഞു. നിരപരാധിയായിരിക്കാം. നിരപരാധി അയച്ചിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചാൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 3 പേരും നമ്മുടെ ദിലീപിനോട് ഒരു വിഷമം കാണരുത്.